പല ആളുകൾക്കും ഇന്ന് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലവേദന. ഭൂരിഭാഗം ആളുകളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്ര കാര്യമായിട്ട് എടുക്കില്ല, അല്ലെങ്കിൽ തലവേദനയുടെ എന്തെങ്കിലും ടാബ്ലറ്റ്സോ ഹോം റെമഡീസോ ചെയ്ത് ആശ്വാസം കണ്ടെത്തുന്നുണ്ടാവും. നമുക്ക് അനുഭവപ്പെടുന്ന 90% തലവേദനകളും മൈഗ്രെയിൻ, ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്നിങ്ങനെ വ്യക്തമായ കാരണങ്ങൾ ഇല്ലാതെ വരുന്ന പ്രൈമറി ഹെഡേക്ക് ഡിസോർഡേഴ്സ് ആണ്. കൃത്യമായ രോഗനിർണയത്തിലൂടെയും അതിനനുയോജ്യമായ ചികിത്സയിലൂടെയും ഇങ്ങനെയുള്ള തലവേദനകൾ ഇഫക്റ്റീവായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, മറ്റു പല കണ്ടീഷൻസിന്റെ ഭാഗമായും നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയി തലവേദന വരാം. കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചെവിയിലെ ഇൻഫെക്ഷൻ, തലയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, സ്ട്രക്ചറൽ ചേഞ്ചസ് എന്നിവയുടെ ഭാഗമായൊക്കെ തലവേദന അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയുള്ള കണ്ടീഷൻസ് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാതെ തലവേദനയുടെ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചതുകൊണ്ട് തലവേദന കുറഞ്ഞേക്കാം, പക്ഷെ ആ ഒരു കണ്ടീഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യും. പ്രോപ്പറായ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള തലവേദനകൾ കൂടി വരുന്നതായി ആങ്സൈറ്റി, ഡിപ്രഷൻ, മെന്റൽ ടെൻഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും ശാരീരികമായ പല ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കുന്നതായി കാണാറുണ്ട്. സോ കൂടുതലായി നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തി അതിനാവശ്യമായ ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.